മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. മച്ചാട് വടക്കാഞ്ചേരി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കാട്ടാനഭീതി ഒഴിഞ്ഞുമാറുന്നില്ല. വനം വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം പാളുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം വാഴാനി ഡാം ജലാശയത്തിലും അകമലയിലുമായി വ്യത്യസ്ത ഇടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയത്. വാഴാനിയിൽ ഹരിജൻ ഗിരിജൻ വെൽഫെയർ സഹകരണ സംഘം ജീവനക്കാർ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചിരുന്ന 2 കുട്ടവഞ്ചികളിലൊന്ന് കാട്ടാന തകർത്തു കളഞ്ഞു. നിലവിൽ സംഘത്തിന് 2 കുട്ടവഞ്ചികളും ഒരു സാധാരണ വഞ്ചിയുമാണുള്ളത്. കാലവർഷം ആരംഭിച്ചതോടെ ജലാശയത്തിൽ ധാരാളം മത്സ്യം ലഭിക്കുന്ന സമയമാണിത്. ഈ സാഹചര്യത്തിൽ ആന വഞ്ചി നശിപ്പിച്ചത് പ്രദേശത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ പേർക്ക് ഒരേ സമയം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം അകമല ചക്യാറയിൽ ജനവാസ മേഖലയിലിറങ്ങിയ ആന എരിഞ്ഞിക്കളത്തിൽ ജയേഷിന്റെ പ്ലാവിൽ നിന്ന് ചക്ക പറിച്ച് ഭക്ഷിക്കുകയും ഉഷശങ്കറിന്റെ കൃഷിയിടത്തിൽ വൻതോതിൽ കൃഷിനാശം വരുത്തുകയും ചെയ്തു. ഇതിനു പുറമെ ഷൊർണൂർ തൃശൂർ റെയിൽപാളത്തിന് സമീപമുണ്ടായിരുന്ന 2 വലിയ പനകൾ ആന കുത്തിമറിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യം ആവർത്തിക്കുന്നതോടെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. You are watching VCV News.